നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം വയനാട്ടിലെത്തും. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ പങ്കെടുക്കുന്ന കൽപ്പറ്റയിലെ റോഡ് ഷോയ്ക്ക് ശേഷമാണ് പത്രികാ സമർപ്പണം. LDF സ്ഥാനാർത്ഥി ആനി രാജയും പത്രിക സമർപ്പിക്കും. ദീപക് ധർമ്മടവും സുർജിത്ത് അയ്യപ്പത്തുമാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം സുർജിത്ത് അയ്യപ്പത്തിലേക്ക്. സുർജിത്ത്, ആനി രാജയുടെ റോഡ് ഷോയാണോ, എന്താണ് വിശദാംശം? വേണു, ഇവിടെ ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള റോഡ് ഷോ തുടങ്ങിയിരിക്കുകയാണ്. ആനി രാജയുടെ നേതൃത്വത്തിൽ റോഡ് ഷോ കടന്നു വരുന്നു. വയനാട് കൽപ്പറ്റയിൽ നിന്നാണ് റോഡ് ഷോ ആരംഭിച്ചത്. എന്തായാലും ഇവിടെ വലിയ രീതിയിലുള്ള ഒരു നിര തന്നെ നമുക്ക് കാണാൻ കഴിയും. LDF നേതാക്കളുടെ നീണ്ട നിരയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥി. ഒരുപക്ഷെ ഇവിടെ പ്രചാരണത്തിന് ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും പ്രചാരണത്തിന് നേതൃത്വം നൽകുകയും എല്ലാം തന്നെ ചെയ്തത് LDF സ്ഥാനാർത്ഥി ആനി രാജയാണ്. കാരണം കഴിഞ്ഞ മാസം 1-ാം തീയതി മുതൽ ഇവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പ് തന്നെ ഇവിടെ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തുകയും ഇവിടുത്തെ പഞ്ചായത്തുകൾ തോറും പ്രചാരണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയും ചെയ്ത അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് 2ാം ഘട്ട പ്രചാരണ പ്രവർത്തനവുമായി മുന്നേറുകയാണ് സ്ഥാനാർത്ഥി. അവസാന ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥി പട്ടിക വന്നത്. അതിനുശേഷം K. സുരേന്ദ്രൻ സ്ഥാനാർത്ഥി പട്ടിക വന്നതും അടുത്ത ദിവസങ്ങളിലാണ്. എന്തായാലും വളരെ ശക്തമായ രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുമായി സ്ഥാനാർത്ഥി മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ LDFന്റെ പ്രധാന നേതാക്കൾക്കൊപ്പം കുക്കി വിമോചക പോരാളിയും ULAU ട്രൈബൽ വിമൻസ് ഫോറത്തിന്റെ ഭാരവാഹിയുമായ മണിപ്പൂർ വൈസ് പ്രസിഡന്റ് കൂടിയായ ഗ്ലാഡി വൈഫൈ കുഞ്ചാൻ, തമിഴ്നാട്ടിലെ ന്യൂനപക്ഷ കമ്മീഷൻ അംഗം തമീം അൻസാരി, സത്യമംഗലത്ത് വീരപ്പൻ വേട്ടയുടെ പേരിൽ അതിക്രമത്തിന് ഇരയായവർ, ഇവരെല്ലാം തന്നെ ഇതിന്റെ ഭാഗമായി വന്നിട്ടുണ്ട്. ES ബിജിയോൾ അടക്കമുള്ള CPIയുടെ സമ്മതിത നേതാക്കളെ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും വലിയ ആവേശത്തോടുകൂടി പ്രവർത്തകർ സ്ഥാനാർത്ഥിയുമായി ഇവിടേക്ക് കടന്നു വരുന്നു. അല്പസമയത്തിനകം തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രചാരണ പ്രവർത്തനങ്ങളും ഇവിടെ ആരംഭിക്കും. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ബഹുജന മുന്നേറ്റം എന്നുള്ള തരത്തിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഇത് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായും എത്രമാത്രം പ്രതീക്ഷയുണ്ട് എന്ന ചോദ്യത്തിന് ഇവർ സ്ഥാനാർത്ഥി തന്നെ മുന്നോട്ട് വെച്ചത് രാഷ്ട്രീയമായ മത്സരമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആര് വിജയിക്കും എന്നുള്ളത് പ്രവചനാതീതമാണ്. അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിൽ ഇത്തരത്തിൽ രാഷ്ട്രീയ മത്സരത്തിന് സാക്ഷ്യം വഹിക്കാനാണ് ഇവിടേക്ക് എത്തിയത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ വ്യക്തമാക്കിയുണ്ടായി. മാത്രമല്ല, ഇന്ത്യ മുന്നണിയുടെ 2 പ്രബലരായ നേതാക്കൾ ഇവിടെ പരസ്പരം ഏറ്റുമുട്ടുന്നു എന്നുള്ളത് ദേശീയ തലത്തിൽ ഈ മണ്ഡലത്തെ വലിയ സവിശേഷമാക്കുന്നുണ്ട്. എന്തായാലും അവരുടെ പ്രതികരണം അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. നിരവധി പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ്, വാദ്യമേളങ്ങളുടെ എല്ലാം തന്നെ അകമ്പടിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു യാത്ര ഇവിടേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഘോഷയാത്ര എന്നുള്ള തലത്തിൽ തന്നെ റോഡ് ഷോയായാണ് സ്ഥാനാർത്ഥി കളക്ടറേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ മുഖ്യ ഭരണാധികാരിയായിട്ടുള്ള രേണുരാജ് മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഇതിനുശേഷമാകും രാഹുൽ ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ രാഹുൽ ഗാന്ധി ഇവിടേക്ക് എത്തിച്ചേരും. ഇത് രാഷ്ട്രീയ മത്സരമാണ് എന്നുള്ളത് തന്നെയാണ് തുടക്കത്തിൽ മുതൽ ആനി രാജ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പങ്കാളിത്തം നമുക്ക് ഈ റോഡ് ഷോയുടെ ഭാഗമായി ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം LDFന്റെ എല്ലാം തന്നെ പ്രവർത്തകരുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും, അതായത് വയനാട് ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നും പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അത്രമാത്രം വലിയ പങ്കാളിത്തോടു കൂടി തന്നെയാണ് ഈ റോഡ് ഷോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിരവധി ആളുകൾ, അതായത് ഈ ദേശീയ തലത്തിലെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിരിക്കുന്നു. അവരുടെ സാന്നിധ്യം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ആനി രാജയുടെ പ്രതികരണം നമുക്ക് ലഭ്യമാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥി തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. എത്രമാത്രം ഫോട്ടോ എടുക്കാനായിട്ട് അവർ കുറേ നേരം ആനി രാജ നാമനിർദ്ദേശ പത്രിക നൽകാനായി കളക്ടറേറ്റിലേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. വളരെ ആവേശത്തോടെയുള്ള റോഡ് ഷോയാണ് കൽപ്പറ്റയിൽ കാണുന്നത്. രാഹുൽ ഗാന്ധിയും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്താൽ ദേശീയ ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്ന മണ്ഡലം കൂടിയാണ് വയനാട്. ഇന്ന് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയുമുണ്ട്. അതുകൊണ്ട് തന്നെ ആവേശത്തോടെയാണ് ഇടത് പ്രവർത്തകരും രംഗത്തിറങ്ങിയിരിക്കുന്നത്. ആനി രാജയുടെ റോഡ് ഷോയാണ് കാണുന്നത്. കൽപ്പറ്റയിൽ നിന്നുള്ള റോഡ് ഷോയുടെ ദൃശ്യങ്ങളാണ് അല്പം മുൻപ് കണ്ടത്. ആനി രാജ അല്പസമയത്തിനകം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ദീപക് ധർമ്മടവും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നു. വിശദാംശങ്ങൾ ദീപക് ധർമ്മടം നൽകും. ദീപക്, എപ്പോഴാണ് രാഹുലിന്റെ റോഡ് ഷോ? എപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനാണ് ആലോചന? ദീപക് ധർമ്മടം.
വേണു, രാജ്യശ്രദ്ധ നേടിയ വയനാട് മണ്ഡലം വലിയ രീതിയിലെ രാഷ്ട്രീയ കോലാഹലങ്ങൾ, രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത കൽപ്പിക്കൽ ഉൾപ്പെടെയുള്ള സംഭവവികാസങ്ങളിൽ രാജ്യശ്രദ്ധ അല്ലെങ്കിൽ പാർലമെന്റിന്റെ മുഴുവൻ അറ്റൻഷൻ ഇങ്ങോട്ടേക്ക് മാറിയ ഒരു മണ്ഡലം. ആ മണ്ഡലത്തിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ ആദ്യ ദിനം തന്നെയാണിന്ന്. കാരണം ആദ്യം 11 മണിയോടുകൂടി ആനി രാജ ഇവിടെ എത്തും കലക്ട്രേറ്റിലേക്ക്. കലക്ട്രേറ്റിൽ വലിയ സുരക്ഷാ ബന്ദോബസ്താണ് ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് കാണാം, ഇപ്പം കേരള പോലീസിന്റെ SOG, അതുപോലെ തന്നെ കേന്ദ്രസേനയിലെ CRPF, കേരള പോലീസിന്റെ സ്ട്രൈക്കർ ഫോഴ്സ്, ഇതെല്ലാം തന്നെ ഇവിടെ ധർമ്മടം ഒന്ന് തുടരുക. ദീപക്കിലേക്ക് വരാം. ആനി രാജയുടെ പ്രതികരണത്തിനായി ഇപ്പോൾ സുർജിത്ത് അയ്യപ്പത്തുണ്ട്. സുർജിത്ത്, എന്താണ് ആനി രാജ പറയുന്നത്? റോഡ് ഷോ തുടരുന്നു, സ്ഥാനാർത്ഥി പ്രതികരിക്കുന്നു. തീർച്ചയായിട്ടും ആദ്യ ദിവസം വന്നപ്പോൾ ജനങ്ങൾ എന്നെ സ്വീകരിച്ച ഏത് ആവേശത്തിലാണോ ആ ആവേശം ദിനംപ്രതി വർദ്ധിക്കുന്നതാണ് ഞാൻ കാണുന്നത്. ഈ നോമിനേഷൻ കൊടുക്കാൻ പോകുന്ന ഈ അവസരത്തിലും ജനങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ ഇവിടെ നമ്മളോടൊപ്പം എത്തിയിട്ടുള്ളത് ഇടതുമുന്നണിയുടെ പ്രവർത്തകർ മാത്രമല്ല, നാട്ടുകാരുടെ ഉള്ളവരും നമ്മളോടൊപ്പം എത്തിയിട്ടുള്ളത് നൽകുന്ന അത് സൂചിപ്പിക്കുന്നത് അവരെല്ലാം തന്നെ വലിയ ആവേശത്തിലാണ് എന്നുള്ളതാണ്. ഞങ്ങൾ ഇവിടെ മത്സരിക്കുന്നത് എതിരാളികളെ നോക്കിയല്ല, ഞങ്ങൾ മത്സരിക്കുന്നത് ഈ മണ്ഡലത്തിലെ ജനങ്ങളെ നേരിൽ കണ്ടുകൊണ്ട് അവരുടെ വിഷയങ്ങൾ മനസ്സിലാക്കി അതിന് ഞങ്ങൾ ഇടപെടുമെന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തി ആ പ്രവർത്തനം നടത്തിക്കൊണ്ടാണ്. അതുകൊണ്ട് ജനങ്ങളിലാണ് ഞങ്ങളുടെ വിശ്വാസം. ഏതായാലും സ്ഥാനാർത്ഥി പര്യടനം തുടരുന്നു. സ്ഥാനാർത്ഥി ഈ കൽപ്പറ്റയുടെ നഗരവീഥികളിലൂടെ പിന്നിട്ടുകൊണ്ട് റോഡ് ഷോ പുരോഗമിക്കുകയാണ്. ഇവിടെ നിന്നും കലക്ടറേറ്റിലേക്ക് അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തിച്ചേരും. ഇതിനുശേഷം അവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ജില്ലാ വരണാധികാരി, മണ്ഡലത്തിന്റെ വരണാധികാരി കൂടിയായ രേണുരാജ് മുമ്പാകെയാണ് പത്രികാ സമർപ്പണം നടത്തുക. പത്രികാ സമർപ്പണത്തിന് ശേഷം ആനി രാജയുടെ പ്രതികരണം ഉണ്ടാകും. എന്തായാലും സ്ഥാനാർത്ഥി വലിയ ആത്മവിശ്വാസത്തിലാണ്, ആത്മവിശ്വാസം തുടരുകയാണ്. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ആവേശം ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത്രമാത്രം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ കേന്ദ്രീകരിക്കുന്നുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു യാത്ര നടന്നുകൊണ്ടിരിക്കുന്നത്. മുൻനിരയിൽ തന്നെ നമുക്ക് ES ബിജിമോളെ കാണാം, അതോടൊപ്പം തന്നെ മുൻ മന്ത്രി CK ശശീന്ദ്രനെ കാണാം, അതോടൊപ്പം ഇടതുപക്ഷ മുന്നണി നേതാക്കളെ കാണാം. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. വലിയ ആത്മവിശ്വാസത്തോടെയാണ് ആനി രാജ 24നോട് പ്രതികരിച്ചതും. ആനി രാജ ഇപ്പോൾ കൽപ്പറ്റയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി പോവുകയാണ്. റോഡ് ഷോ പുരോഗമിക്കുന്നു. ദീപക് ധർമ്മടവും ചേരുന്നു. ദീപക്, എപ്പോഴാണ് രാഹുൽ ഗാന്ധി എത്തുക? റോഡ് ഷോ, അതുപോലെ തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം, ഇതൊക്കെ എപ്പോഴാണ്? വേണു, രാഹുൽ ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് മുൻപ് 11 മണിക്ക് കലക്ടറേറ്റിൽ നടക്കുക ആനി രാജയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണമാണ്. പക്ഷേ കലക്ടറേറ്റിൽ കനത്ത സുരക്ഷാ ക്രമീകരണം, പ്രത്യേകിച്ചും Z+ കാറ്റഗറി സുരക്ഷയുള്ള ഒരു രാഹുൽ ഗാന്ധിയുടെ പത്രികാ സമർപ്പണം നടക്കുന്നതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, കേന്ദ്ര സേനയുണ്ട്, CRPF ഉണ്ട്, അതുപോലെ തന്നെ കേരള പോലീസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് SOG ഉണ്ട്, സ്ട്രൈക്കർ ഫോഴ്സ് ഉണ്ട്. വലിയ സുരക്ഷാ ക്രമീകരണം ഒരുക്കിയിരിക്കുന്നു. വലിയ രീതിയിലുള്ള പ്രചരണ ആഘോഷമാക്കിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ പത്രികാ സമർപ്പണം വയനാട്ടിൽ നടക്കുന്നത്. കാരണം വലിയൊരു റോഡ് ഷോ, നേരത്തെ നമ്മൾ ആനി രാജയുടെ റോഡ് ഷോ കണ്ടു. ആ റോഡ് ഷോ പൂർത്തിയായി അവർ നേരിട്ട് കലക്ടറേറ്റിലേക്ക് എത്തിയാണ് സമർപ്പണം. അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറത്തെ വലിയ പങ്കാളിത്തത്തോടെയുള്ള ഒരു റോഡ് ഷോ ആണ് രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയും ആസൂത്രണം ചെയ്തിരിക്കുന്നത്. മിക്കവാറും എല്ലാ നേതാക്കളും, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല തുടങ്ങിയ KPCC ആക്ടിംഗ് പ്രസിഡന്റ് MMSN തുടങ്ങിയ എല്ലാ നേതാക്കളും, ഒപ്പം രാഹുൽ ഗാന്ധിയുടെ കൂടെ പ്രിയങ്ക ഗാന്ധി കൂടി എത്തുന്നു എന്ന് പറയുമ്പോൾ അത് മണ്ഡലത്തെ ഇളക്കി മറിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും രാഷ്ട്രീയ പോരാട്ടത്തിൽ കൂടുതൽ വോട്ട് വർദ്ധിപ്പിച്ച് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് രാഹുൽ ഗാന്ധി നടത്തിയത്. എന്നാൽ അതേ സമയത്ത് ഇടത് ക്യാമ്പും BJPയും രാഹുൽ ഗാന്ധിയുടെ വോട്ട് ഭൂരിപക്ഷം കുറക്കുക എന്ന കൃത്യമായ രാഷ്ട്രീയ അജണ്ടയിലാണ്. അതുകൊണ്ട് തന്നെ രാജ്യശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട ഒരു കടമ്പ കടക്കൽ, അത് പ്രചരണത്തിൽ വലിയ ആവേശം തീർത്തുകൊണ്ട്, പ്രചരണത്തിൽ ആര് മുന്നിൽ എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു പത്രികാ സമർപ്പണത്തിനുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത്. അല്പസമയത്തിനകം ആനി രാജയുടെ പത്രികാ സമർപ്പണം ഇവിടെ നടക്കും. കലക്ടറേറ്റിലേക്ക് റോഡ് ഷോ എത്തും. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അത് കഴിഞ്ഞ് തൊട്ട് പുറകെ തന്നെ 12 മണിയോടുകൂടി ആയിരിക്കും കലക്ടറേറ്റിൽ രാഹുൽ ഗാന്ധിയുടെ പത്രികാ സമർപ്പണം. കലക്ടർ ഡോക്ടർ രേണുരാജ് ആണ് വരണാധികാരി. അവർ ഇവിടെ എത്തിക്കഴിഞ്ഞു. ബാക്കി സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിച്ചു കഴിഞ്ഞു. നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ ASPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സന്നാഹം തന്നെ ഇവിടെ വലിയ രീതിയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും മാവോ എഫക്റ്റഡ് ഏരിയ ആയതുകൊണ്ട് സുരക്ഷാ ക്രമീകരണങ്ങളിൽ ഒരു പഴുതടച്ച സുരക്ഷ വേണമെന്നുള്ള നേരത്തെ തന്നെയുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുകളുടെയൊക്കെ ഒരു ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ, അത്തരം നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടയിലാണ് രാഹുൽ ഗാന്ധിയുടെ പത്രികാ സമർപ്പണം ഈ വയനാട് കലക്ടറേറ്റിൽ നടക്കുക. വേണു, ശരി. ദീപക് ധർമ്മടവും സുർജിത്ത് അയ്യപ്പത്തുമാണ് വിവരങ്ങൾ നൽകി.